ഹലോ ഗായ്സ്, നമ്മളെ പുതിയ വീഡിയോയിൽ ഏവർക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകണം അല്ലേ? നമ്മൾ ഏത് മാർക്കറ്റിലാണ് പോകണം ഗ്രീഷ്മ? മാർക്കറ്റ്. എന്തൊക്കെ വേണം നിനക്ക് സാധനങ്ങൾ? ഇറച്ചി വാങ്ങണം, മരിച്ചി വാങ്ങണം. ഇന്ന് കപ്പ ഇറച്ചി വെക്കാം, ചോറ് വേണ്ടെന്ന് വെച്ച് തന്നെ. അപ്പോൾ നമ്മൾ മാർക്കറ്റിലോട്ട് പോവാണ്. പിന്നെ പോണ വരിയിൽ ദിയക്ക് ട്രെയിൻ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ട്രെയിനും കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കണം അല്ലേ? ഇവിടെയൊക്കെ തുണിക്കച്ചവടമൊക്കെ ഉണ്ട് അല്ലേ ഗ്രീഷ്മ? കണ്ട 120 രൂപ 100 രൂപയ്ക്ക് ഷർട്ടൊക്കെ തൂക്കിയിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോണ വരി ഉള്ള കടകൾ ഓഫറും കാര്യങ്ങളൊക്കെ കാണിച്ചത് അല്ലേ? ഇത് ഇവിടെ നമ്മൾ വിഴിഞ്ഞ സീ ഫുഡ് കിട്ടണ ഇസ്താർ ഫുഡ് ഹോട്ടൽ അല്ലേ? നമ്മൾ മുടവപ്പാറ വിടിച്ചെങ്കിലും മുടവപ്പാറ കഴിഞ്ഞ് ബാല്യത്തോട് പോണ വരിയാ നിൽക്കണം. വീടിൻ്റെ അടുത്താണുള്ള ഹൈവേ അല്ലേ? അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലോട്ട് കാണാം. വരിയിലോട്ട് കയറി അല്ലേ? നമ്മൾ ബാലരാമ ജംഗ്ഷനിൽ നിന്ന് വടത്തോട്ടുള്ള വരി അല്ലേ? ഇതും ജംഗ്ഷൻ തന്നെയാണ് ബാലരാമ അല്ലേ? നമുക്ക് മറ്റു സാധനമുണ്ട് ഗ്രീഷ്മ, ഇങ്ങനെ എറിയുമ്പോൾ കറങ്ങി തിരിച്ച് കൈ പറഞ്ഞ അത് പറഞ്ഞ വാങ്ങിക്കും. ഞാൻ ദിയയും കൂടെ ബീച്ചിൽ പോയിട്ട് അത് എറിഞ്ഞ് കളിക്കണം അല്ലേ മോളെ? അത് നിനക്കറിയാമോ ദിയ? നാരങ്ങ നല്ല നാടനാണ്. ഇത്ര വലിയ നാരങ്ങ നമ്മൾ അല്ലേ നമ്മൾ സിറ്റിയിലൊന്നും പോയി കിട്ടൂല. എത്രയാണ്? ഇത്ര 30 വലിയ നാരങ്ങ മതിയാണോ? ഞാൻ മാർക്കറ്റ് ചെറിയ കർച്ചീഫ് ഇന്നറ എല്ലാം ഉണ്ടല്ലേ? സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ അല്ലാതെ കോട്ടന്റെ ഇതുപോലത്തെ വെള്ള പ്ലെയിൻ മതി. അല്ല, ഏതെങ്കിലും മതി, ചെറുത് മതി. ഒരു 3-4 120. ഇത് ചെറുത് മതി. ഒന്ന് അതെ അതെ. വേറെ ഏത് കളർ കാണിച്ചോട് വീഡിയോയില്? ഇതാണോ? ഇതാണോ? അതോ പച്ച ചൂട് അത് കോമഡി. തേങ്ങ നോക്കാം. മാങ്ങ ആന്റി ഇതൊക്കെ സംസാരിക്കുന്നത്. നമ്മൾ ചേച്ചിരുന്ന് മാങ്ങ വാങ്ങിച്ച്. ഇത് ഏത് മാങ്ങ ചേച്ചി? സപ്പോട്ട. ഇത്ര മാങ്ങ എത്ര രൂപ? നമ്മൾ 150 രൂപയ്ക്ക് തന്ന മാങ്ങ എത്ര നിന്ന് നോക്കിയാൽ ഒരുപാടുണ്ട്. വലിയ മാങ്ങ ഒരു 7 ഉണ്ട് കേട്ടോ. നല്ല പുതിയ മധുരം എന്ന് പറഞ്ഞാൽ മധുരം ഉണ്ട്. സൂപ്പർ മധുരം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് 150 രൂപ ഞാൻ കൊടുത്തിരുന്നു. കൊടുത്തല്ലേ? 50 കൊടുക്കാൻ 200 150 100 വരും. അവിടെ ഇവിടെ ഒരു മട്ട ഉണ്ട്. ഇല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ? ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടോ നിങ്ങളെന്ന്? ഞാൻ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. വണ്ടി വാങ്ങും. എനിക്ക് പിക്കപ്പ് വണ്ടി ഉണ്ട്. ഞാൻ വണ്ടി വാങ്ങുന്ന നമ്മളെ നിങ്ങളെ പോലെ പാവപ്പെട്ടവർ തന്നെ. അതിൽ 50 രൂപയ്ക്കൊക്കെ വാങ്ങിക്കണത്. പോയിട്ട് വരണ മട്ടൻ കട ഉണ്ട്, ചിക്കൻ കട ഉണ്ട്, മലക്കറി കട അല്ലേ? എല്ലാത്തും ഒന്നുമില്ല. എണ്ണ നാടൻ എണ്ണ അല്ലേ? 50 രൂപ ഇത്ര മീനാ? 50 രൂപ ഇത്ര മീൻ കിട്ടുമല്ലേ? നീ മുറിച്ചും കൊടുക്കുമല്ലേ? യൂട്യൂബ് ചാനലാണ് വീഡിയോ. യൂട്യൂബ് ചാനൽ മോളെ എല്ലാം വാങ്ങിച്ചാടി. നിനക്ക് ഇനി എന്തെങ്കിലും വേണോ? ഗായ്സ്, അങ്ങനെ നമ്മൾ ദിയയ്ക്ക് ട്രെയിൻ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? നോക്കിയാണ് ഇവിടെ റെയിൽവേ ക്രോസ് അടച്ചിട്ട് അയ്യോ എന്ത് മാത്രം സമയം ഇവിടെ വെയിലത്ത് കിടക്കാൻ അറിയാമോ? എന്തോ ഭാഗ്യത്തെ രക്ഷപ്പെട്ടു. ഇപ്പൊ അടയും തോന്നുന്നത്. അപ്പൊ എന്താ ദിയയ്ക്ക് ട്രെയിൻ കാണാനുള്ള ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു ഉടനെ. കൊറേ നടക്കു നോക്ക് പാടത്തിൽ കൂടാ. നമുക്ക് നടന്ന് കാണിച്ചു കൊടുത്തേ. അങ്ങോട്ട് ഗുഹയായിരുന്നു അല്ലേ? എങ്ങോട്ട് പോയ ഗുഹ എങ്ങനെയാണ്? ഗുഹ കാണണമെങ്കിൽ കമന്റ് ഇട്ടാൽ നമ്മളൊന്ന് ഗുഹയ്ക്കകത്ത് കൊണ്ട് കാണിച്ചു തരാം വീഡിയോ ഒക്കെ അല്ലേ? നീക്കാറുമില്ല, പേടിയില്ലല്ല. ഞാൻ കാണിച്ചു തരണ നിങ്ങൾക്ക് ഗംഭീരമായ ഗുഹയാണ് അല്ലേ? ഇതാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണ വരി. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിൽക്കുക. ഇവിടെ നല്ല കാറ്റുണ്ട്, ഇവിടെ നല്ല വെയിലും. അതിന്റെ അപ്പുറത്ത് പോവാണ്. അവിടെ തണലുണ്ട്. ഷീറ്റ് ഇടും.
റോഡ് അല്ലേ, കട്ടർ റോഡ് അല്ലേ ഗ്രീഷ്മ? ഇത് റെയിൽവേ സ്റ്റേഷൻ എത്താൻ പറ്റൂലടി. ഇത് നമുക്ക് അതുവരെ കയറിയാൽ മതിയായിരുന്നു അല്ലേ? എവിടെ എന്തോ ഉണ്ട് നോക്കട്ടെ. ഇവിടെ എതുവരെ പോവാടി, പക്ഷെ അങ്ങ് ഇറങ്ങി പോകണം കേട്ടാ. നമുക്ക് അവിടെ നിന്ന് എന്തായാലും കൊച്ചിനെ ട്രെയിനിൽ കാണിച്ചിട്ടേ പോണുള്ളൂ. ആ കണ്ട ഇവിടെ ഇരിക്കാം പോലെ. ആ ഷീറ്റിൻ്റെ അകത്ത് നല്ലുണ്ട്. നോക്കിയാണ് ചേച്ചിമാരൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നത് പറഞ്ഞു. അതിലെ വന്ന് അപ്പൊ പറടാ, വിളിച്ചിരുന്നാടാ, പറ തറയുന്ന ബാഗ് ഇട്, അരിക്കാക്കാതാ. ആ അനുസരണം ഉണ്ട് ഗായ്. ആ തൊപ്പി ഇടും മോളെ. ശരി ഇവിടെ വാ, ഇങ്ങോട്ട് വാ. ആ വാ, ഇങ്ങോട്ട് വാ. ഇരി, ഇവിടെ കയറി കയറി. എന്ത് മര്യാദയുള്ള കൊച്ചിന്ന് കണ്ട ഗായ്. മൊബൈൽ ഓൺ ആക്കിയപ്പോൾ എന്ത് ആക്ടിങ്, നല്ല വളരെ അഭിനയിക്കും. പക്ഷേ മൊബൈൽ ഓഫ് ചെയ്താ ഇവിടെ പോലെ ഒരു ഉടായ്പ വേറെ കാണില്ല. ആള് പാവമാണ് കേട്ടോ എൻ്റെ മോള്. എൻ്റെ ചുപ്പിയാണ്. ചുപ്പി ട്രെയിനിന് ചുപ്പി എൻ്റെ പിള്ളേക്ക് ട്രെയിൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ. മോളെ പറടി, എവിടെ നിൽക്കുക നമ്മള്? ട്രെയിൻ കാണാൻ. എവിടെ? ട്രെയിൻ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു, അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. അവക്ക് ഇന്നാള് ശരിയായി. അവള് പറഞ്ഞ ശരിയാണ് നോക്കല്ല. ഇന്നാള് അവള് പറഞ്ഞ് കന്യാകുമാരി പോയപ്പോ നോക്കാം നമുക്ക്. ഈ പാട്ടിനി പറയാം, എവിടെ നിന്ന് വരും ട്രെയിന്? ട്രെയിൻ ഇവിടുന്ന് അങ്ങോട്ട് പോയല്ലേ? ഞാൻ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന ട്രെയിൻ അങ്ങോട്ടാണ് പോണത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ട്രെയിനിന്റെ അളവൊക്കെ കൂടുതലാണ്. നമ്മൾക്കൊരു ഇപ്പോൾ ചിലപ്പോൾ 10-15 മിനിറ്റ് ഇരുന്നിട്ടായിരിക്കും പോകുമ്പോഴായിരിക്കും ട്രെയിൻ പറഞ്ഞാൽ. അതിനേക്കാൾ ഇന്ന് ട്രെയിൻ വന്നിട്ടേ പോകണുള്ളൂ. അതുവരെ നമ്മൾ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ട്രെയിൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? എൻ്റെ പിള്ളേക്ക് വേണ്ടി അല്ലേ? നമ്മൾ അങ്ങോട്ട് പോയി നടന്നിട്ടൊക്കെ പറഞ്ഞാന്ന്. ട്രെയിൻ ഇല്ലല്ലോ, എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ട്രെയിനിൽ പോലും ഇല്ല. മോളെ സംസാരി. ട്രെയിൻ എവിടെ നിന്ന് എങ്ങോട്ട് വരുന്നു പറ. നീ നാത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നാണ് പറഞ്ഞത്. ഇപ്പൊ മാറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട്. ഒരു ചാൻസ് കൂടെ. ട്രെയിൻ എവിടെ നിന്ന് വരും? അവിടെ നിന്നാണ് ഇങ്ങോട്ടാണ് പോകുന്നത്, അത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. എങ്ങനെ വേണോ വരാം. എങ്ങനെയാണ് വരാം പറ, പെട്ടെന്ന് ഗസ് ചെയ്ത്. അവിടെ ട്രെയിൻ എങ്ങോട്ട് പോകും? അങ്ങോട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് ട്രെയിൻ. എന്തായാലും നമുക്ക് ആര് പറഞ്ഞ ശരി എന്നൊക്കെ ഒന്ന് കാണാം. നമുക്ക് നടക്കാം. നിന്റെ അച്ഛന്റെ ശബ്ദം കേട്ട് പട്ടി വൈലന്റ് ഓട് ഓടത് കുരങ്ങന്. അത് രണ്ടു പോലെ കൂടുതൽ. നമ്മള് കേട്ടിട്ട് പട്ടി വരെ അതാ കുരങ്ങന് രണ്ടു പോലെ കൂടുതൽ. രണ്ട് വക്ക് പറയാനെ വിളി. പട്ടി ഞാൻ അടി തരുമെന്ന് പറ. പട്ടി ഞാൻ അടി തരുമെന്ന് പറ. റെയിൽവേ സ്റ്റേഷൻ്റെ രസം നോക്കിയാണ്. സുഖമായിട്ട് ഇവിടെ വന്ന് വാങ്ങാൻ നിന്ന് നമുക്ക് ഇവിടെ ഇരിക്കാം, കളിക്കാം. വൈകുന്നേരമൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല സേഫ്റ്റിയാണ്. ഒരു കുഴപ്പമില്ല. സെക്യൂരിറ്റി പട്ടി വരെ നമുക്കുണ്ട് ഇവിടെ. നമുക്കതൊരു പ്രശ്നമാണ്. വളരെ വെള്ളം ഉണ്ടാടി. ഓ വെള്ളമുണ്ട്, കഴുകി. നല്ല കംഫർട്ടബിൾ അല്ലേ ബാല്യ റെയിൽവേ സ്റ്റേഷനിലൊക്കെ. ഒരു കുലുക്ക്, ഈ മാങ്ങ കുലുക്കി നോക്ക്. നല്ല മാങ്ങ. എങ്ങനെയുണ്ട്? നല്ല മാങ്ങ. ഒരുപാട് കൊതിയാണ് പാൻറ്റിലൊക്കെ കാണാതെ കിടക്കണം. തൊലിയും പോലും കളയാൻ പാടില്ല. ഇന്ന് മുതലാക്കണം. കൊള്ളാൻ കേട്ടോ. എൻ്റെ മോള് ദിയാണ് വീഡിയോഗ്രാഫർ. നമ്മൾ കണ്ടാണോ? ആരാധ്യ വീഡിയോഗ്രാഫി വീഡിയോ എടുക്കണം. ഫോട്ടോഗ്രാഫി അല്ലേ? നല്ലൊരു ഗ്രാമ വൈബ് അല്ലേ? ഇവിടെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു കാട ഉണ്ടല്ലേ വീട് ചേർന്ന് അല്ലേ? അവിടെ വെള്ളം, സാധനം, ബിസ്ക്കറ്റ് അങ്ങനെ എല്ലാം കിട്ടും. ഇവിടെ നമ്മൾ മാങ്ങ കൊണ്ടുവന്ന് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം കൊണ്ട് കഴിച്ച് നല്ല രീതിയിൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല വൈബ് അല്ലേ? ഈ ട്രെയിനിൽ നമ്മൾ കുറെ നേരം ഇരുന്നുണ്ട് ഗായ്. ട്രെയിനിനെ കാണാൻ നമ്മളെ പോവാൻ ഗായ് ഗ്രീഷ്മ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയാണ് ദിയ. ദിയ നല്ല 12 മണി സമയമാണ്, പക്ഷെ നല്ല വെയിലില്ല, നല്ല കാറ്റുമുണ്ട്. 12 മണി അന്തരീക്ഷമാണ്. നോക്ക്. ഉച്ച സമയത്താണ് ഈ വൈബ്. നമ്മൾ നാട്ടിൻ പുറത്ത് മഴക്കോളൊക്കെ ഉണ്ട്.
നമുക്ക് പോവല്ലേ ഗ്രീഷ്മ? ഇവിടെ ഇരിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? പക്ഷെ ഉച്ചയായി. എന്ത് പക്ഷേ? ഇവിടെ നോക്കിയാൽ നമ്മൾ ശിവനും ശ്യാമനെ കാണാൻ പറ്റും കേട്ടോ. ശിവൻ കോവിലുണ്ട് അടുത്ത്. ഓ അടിപൊളി കേട്ടോ. കൈലാസത്ത് ഇരിക്കുന്നു ശിവ അല്ലേ? നമുക്ക് ആൽമരത്തിന് താഴെ കൈലാസത്ത് ഇരിക്കുന്നു. കൈലാസത്ത് ഒരു ആൽമരം അല്ലേ? ഞാൻ ഭംഗിയ ഗംഭീര കാഴ്ച. അയ്യോ നല്ല പീസ്ഫുൾ പ്ലേസ് അല്ലേ? എന്താടാ പിഞ്ചടിക്കണേ അവിടെ? ഓ ശിവസ്വാമിയെ പെയിന്റ് അടിച്ചല്ലേ? ഓ ഗ്രീഷ്മ പറഞ്ഞത് ശിവസ്വാമി പണ്ട് ഈ കളറല്ലേ ഇപ്പൊ പെയിന്റ് അടിച്ച് ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞ. ഓ തന്നെയല്ലേ? ആഷ് കളറായിരുന്നു. ഇപ്പൊ കണിക്കൊന്ന പൂത്ത് നോക്ക്. കണിക്കുന്നു. ഓ ഞാമോ നീ വിഷുവിന് കാണൂല കേട്ടോ. നാട്ടും പോലെ തന്നെ സ്വിച്ച് തന്നെ അല്ലേ? നാണം കെടുത്തില്ല എന്നെ. ഇങ്ങനെ മോളെ പറഞ്ഞ ഇതിൽ വന്നാ മതിയേ, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോ. നിനക്ക് പറ്റും മോളെ, നീ ഇതിലെ വാ. ഞാൻ പറഞ്ഞ ഞാൻ പിടിക്കാം. ഇവിടെ വീടൊന്നുമില്ല, പൊട്ടിയൊന്നുമില്ല. ഇങ്ങോട്ട് വാ. അതും കാണാൻ വയ്യേ? നീ ഇറങ്ങ കണ്ട വീടൂലേ. കൂടുതൽ അഭ്യാസം കാണിക്കാതാ നീ ഇറങ്ങി. ഓ ഗൈസ് ഇതിന്റെ അപ്പുറം അവള് ചാടിക്കാറാണ് വീഡിയോ എടുക്കാത്തപ്പോ ഒക്കെ. അതാ ഇതൊക്കെ അവള് സിമ്പിളായി ചാടാണ്. എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എനിക്കത് കാണാൻ പറ്റി. നീ വാ ഗ്രീഷ്മ, നീ വണ്ടി കയറി. ഗ്രീഷ്മ വാ. വേണ്ട ഇപ്പൊ അവൾക്ക് വരാറിയാം. ഇവളെ അതിന്റെ അപ്പുറം കാണിക്ക. അവളെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കുരിയൊക്കെ പോയി വീഡിയോ എടുക്കും. ഇവിടെയൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട്. ഈ നാട്ടും പ്രദേശം പോലെയും തണുപ്പും മഴവും അല്ലേ? നല്ല ഓക്സിജനൊക്കെ കിട്ടും നമുക്ക് അല്ലേ? നമുക്ക് എന്നും പോകുന്ന വാഴയും വാഴക്കൊലയും നാടൻ മലക്കറിയും നാടൻ പഴമൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. സിറ്റിക്ക് എല്ലാം നല്ല റോഡാണ്. വിട്ടുപോകും. അവിടെയൊക്കെ ഈ ഫ്ലോട്ടൊക്കെ തിരിച്ചിട്ടിരിക്കില്ല അല്ലേ? വിൽക്കാൻ വേണ്ടി തോന്നുന്നു അല്ലേ? ഇവിടെയൊക്കെ ലാൻഡൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ അല്ലേ? രണ്ട് സൈഡ് പച്ചപ്പ് വീടിന്റെ അടുത്തൊക്കെ. മുല്ല വേണോ? തറയിൽ നിനക്ക് തലയിൽ പൂ കെട്ടാൻ പോലും കടയിൽ പോകണ്ട. ഇവരോടെ നിന്ന് തറയെടുത്ത് കെട്ടിയാൽ മതി അല്ലേ? അല്ല എന്തെങ്കിലും എമർജൻസി പറയാം. മൈക്ക് അലോൺസ് പണ്ടത്തെ സാധനം. പിന്നെ വീട് നോക്ക് ഗായ്സ്, വീട് നോക്കിയാണ് ഞമ്മ തറവാട്. ഈ നോക്കി ഇവിടെയൊക്കെ നോക്കിയാൽ ഗായ്സ് ഇങ്ങനത്തെ സ്പീക്കറാണ് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സാധനം അല്ലേ? അതന്നെ ഇങ്ങനത്തെ സ്പീക്കർ നമ്മൾ അല്ലേ നമ്മൾ സിറ്റിയിലൊന്നും കാണാൻ പറ്റും. അത് ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടെ പറഞ്ഞ പണ്ട് സ്കൂളിലൊക്കെ ഉള്ള സാധനം. പണ്ടത്തെ വീട് കിണറ് അമ്പലം നോക്കിയാണ് ചേച്ചി. കോവിൽ കാണിച്ചോട്. പേര് ഇറങ്ങിക്ക് നോക്കില്ലേ അമ്പലത്തിന്റെ ആല്. ഒരു കോവിലിൽ നിന്ന് ശക്തിയുള്ള സ്ഥലത്തിന്റെ വെച്ചല്ലേ? നല്ല രസം കേട്ടാ. മറ്റേ ഇത് മഞ്ഞപ്പൂ തോട് പോണ കാണിച്ചോട്. കാണണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരണം. എവിടാ അല്ലേ? ഇവിടെ KFCB കണ്ടില്ലേ ഓഫീസ് നമ്മൾ നേരത്തെ കണ്ട? അതിന്റെ കറണ്ട് കണക്ഷൻ ഇവിടെ നിന്ന് തുടങ്ങണം. ഈ ഒരു കമ്പി നമ്മൾ വീടിന് ഒരു വസ്തുവിന്റെ മുകളിൽ കൂടെ പോകണുണ്ട്. അതിന് നഷ്ടപരിയായിട്ട് നമുക്ക് 4 ലക്ഷം രൂപ ഒരെണ്ണം കിട്ടില്ലേ ഗ്രീഷ്മ? ഇവിടെ ചെറിയ വീടും കടകളും അല്ലേ? ആളില്ല അല്ലേ പുറത്തൊന്നും? എല്ലാം തണ്ടായിട്ട് വെള്ളം അടിച്ച് ടിവിയും കണ്ട് തിന്ന് കിടക്കുകയാണ് അല്ലേ? ഉച്ചയ്ക്ക് ആരെയും കാണാത്ത ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അമ്മ ഇന്ന് ഷർട്ടടി. ഗ്രീഷ്മ വീഡിയോ എടുത്തപ്പോൾ അവർക്ക് പേടിയേക്കണം. അയ്യോ നമ്മളെ പോലീസിനെ പിടിപ്പിക്കാൻ വേണ്ടിയാണോ? ചിലവരൊക്കെ ഈ വീഡിയോ കണ്ട് ഷോക്കായി പോയി നിൽക്കുകയാണ്. നിങ്ങളൊക്കെ അത് കണ്ട് മനസ്സിലാക്കിക്കോണം കേട്ടോ. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഉള്ള ഏരിയ വന്ന് വീഡിയോ ഒക്കെ എടുക്കണം അല്ലേ? നിങ്ങൾ ഇതെല്ലാം ആസ്വദിക്കണം അണ്ണനെ. അണ്ണാ റബ്ബർ ഉരയ്ക്കുന്ന സാധനം കാണിച്ച മിഷീൻ. റബ്ബർ മിഷീൻ കണ്ടിട്ടുണ്ടോ ഇവിടെ അല്ലേ? റബ്ബർ ഷീറ്റാക്കണ മിഷീൻ. നമ്മളെ വീട്ടിലോട്ടുള്ള രീതിയിലോട്ട്